സിനിമയുടെ തുടക്കത്തിൽ കുറെ ഓൺലൈനർ ചളികളുണ്ട്. അപ്പൊ ആ ചളികൾ എനിക്ക് ചിലയിടത്ത് വർക്കായി ചിലയിടത്ത് വർക്കായിട്ടില്ല. വിരോധിക്കല്ല, നമ്മളൊരു സിനിമയുടെ ഒരു മാധ്യമമായിട്ട് ആ ഒരു രീതിയിൽ മാത്രം കാണുക. അലൻ ജോസ് പെരേരയും ആറാട്ടണ്ണനും അവർ രണ്ടുപേരും അവരായിട്ട് തന്നെ വെച്ചിട്ടുണ്ട്. പക്ഷെ എടുത്തു പറയാനുള്ള അവർ രണ്ടുപേരും നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. എനിക്ക് അയ്യോ ഈ പടം തുണ്ടുപടം അത് തീർച്ചയായിട്ടും നമ്മുടെ ഒമർ ലുലുവിന്റെ സിനിമയാകുമ്പോഴത്തേക്ക് നമുക്ക് ആ ഒരു വൈബ് നമ്മൾ പിടിച്ചിരുന്ന് കാണുന്നത് തന്നെയാണ്. നമുക്കറിയാം നമ്മൾ പലതരത്തിലുള്ള ജോൺറസ് ഉണ്ട്. അപ്പൊ നമ്മള് പലരും കുറ്റം പറയുന്നുണ്ട് ഇങ്ങനെ അയ്യോ ഈ പടം തുണ്ടുപടം അത് ഇങ്ങനത്തെ ആയിരിക്കും. പക്ഷെ അങ്ങനെ നിൽക്കില്ല. അപ്പൊ നമുക്കിപ്പോ എല്ലാ ഇൻഡസ്ട്രികളിലും റോം കോം ഉണ്ട്, സെക്സ് കോം ഉണ്ട്. എന്തുകൊണ്ട് നമ്മുടെ മലയാളത്തിലായിക്കൂടെ? നിങ്ങൾ എന്റെ അടുത്ത് എന്റെ ഇഷ്ട സിനിമകളെ പറ്റി ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഡൽഹി ബലി എന്നൊരു സിനിമ ഉണ്ട്. സംഭവം കൂടെ തെറിവിളിയാണ് ആ സിനിമയ്ക്കകത്ത്. പക്ഷെ എന്ന് പറഞ്ഞിട്ട് എനിക്കതിനെ വിരോധിക്കല്ല, നമ്മളൊരു സിനിമയുടെ ഒരു മാധ്യമമായിട്ട് ആ ഒരു രീതിയിൽ മാത്രം കാണുക. അതുപോലെ തന്നെ ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് എന്നത് എന്റെ ഒരു ഫേവറേറ്റ് സിനിമയാണ്. നമുക്ക് അതിന്റെ ഇടയിൽ വേറൊന്നും രാഷ്ട്രീയമോ അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള കാര്യങ്ങളോ ഇടകലർത്താൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. അപ്പൊ ഈ ഒരു സിനിമ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്പൂഫ് മോഡിൽ എടുത്തിരിക്കുന്ന ഒരു സിനിമയാണ്. നമ്മൾ ആ ഒരു രീതിയിൽ വേണം കാണുക. സ്പൂഫ് എന്താണെന്ന് നമുക്ക് ഒന്നുകൂടെ അറിഞ്ഞിട്ടില്ലെങ്കിലാണ് സ്പൂഫ് മോഡിലുള്ള സിനിമകൾ പോയി കാണുക. ആ രീതിയിൽ എടുത്തിരിക്കുന്നതാണ്. എന്നാൽ കുറച്ച് പിന്നെ സിനിമയുടെ തുടക്കത്തിൽ കുറെ ഓൺലൈനർ ചളികളുണ്ട്. അപ്പൊ ആ ചളികൾ എനിക്ക് ചിലയിടത്ത് വർക്കായി ചിലയിടത്ത് വർക്കായിട്ടില്ല. പിന്നെ കുറെ ക്യാമിയോസ് സിനിമയ്ക്കകത്ത് വന്നു പോകുന്നുണ്ട്. നമ്മുടെ വിന്റേജ് ആയിട്ടുള്ള കുറച്ച് താരങ്ങൾ അവർ വരുന്നത് ഒരു തമിഴ് പടം സിനിമയിലെ ഒരു സ്പൂഫിനെ നമ്മൾ അനുകരിക്കുന്ന രീതിയിൽ ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ കുറെ സോഷ്യൽ മീഡിയ സെലിബ്രിറ്റീസ് ഇതിനകത്ത് വന്നു പോകുന്നത്. സോഷ്യൽ മീഡിയ തോന്നുന്നു അവർക്ക് നല്ല രീതിയിൽ ഒരു അഭിനയിക്കാനുള്ള ഒരു കഴിവുണ്ടായിരിക്കണം. അല്ലെങ്കിൽ ഉമർ ലുലു അവരെ കൊണ്ട് തല്ലി പഴിപ്പിച്ച് നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. ആ രംഗങ്ങളെല്ലാം വളരെ മനോഹരമായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ മുകേഷ് നായർ അദ്ദേഹം ഒരു ചെറിയ റോളിനകത്ത് ചെയ്തിട്ടുണ്ട്. ഒരു ചെറിയൊരു ഒരു പെർഫോമൻസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ നമ്പർ 1 റിവ്യൂവറായ അശ്വന്ത് ഗോക്ക് അദ്ദേഹം വരുന്നില്ല. അദ്ദേഹത്തിന്റെ ഒരു കട്ട കീടിലം റെഫറൻസ് ഇതിനകത്തുണ്ട്. റെഫറൻസ് എന്ന് മാത്രമല്ല ഒരു ചെറിയൊരു സീൻ തന്നെയുണ്ട്. അപ്പൊ അങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ കുറെ സ്പൂഫ് മോഡിലൂടെ കുറെ ഫൺ എലിമെന്റ്സ് ആയിട്ട് പോകുന്നതാണ്. പിന്നെ ഇടയ്ക്ക് കുറച്ചൊരു ലോ മൊമെന്റ്സും ഉണ്ട്. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓൺലൈനർ ചളികളൊന്നും എല്ലായിടത്തും എനിക്ക് പേഴ്സണലായിട്ട് ക്ലിക്ക് ആയില്ല. എന്നാൽ അത് ക്ലിക്ക് ആവുന്നവരുണ്ടാവാം. പിന്നെ നമ്മുടെ ബോബി ചെമ്മണ്ണൂർ പുള്ളീനെ അനുകരിക്കുന്ന രീതിയിൽ ഒരാൾ ചെയ്യുന്നുണ്ട്. അത് കുറേയിടത്ത് വർക്കായി കുറേയിടത്ത് വർക്കായിട്ടില്ല. അപ്പൊ അങ്ങനെ ഫുൾ ടു ഒരു ഫൺ മോഡിൽ ഇരുന്ന് കാണേണ്ടതാണ്. മ്യൂസിക് പാട്ടുകളെല്ലാം നല്ല രീതിയിൽ വർക്കായിട്ടുണ്ട്. കുറെ സിനിമകളുടെ BGM ഇതിനകത്ത് കയറി വരുന്നുണ്ട്. സലാറിന്റെ BGM, പിന്നെ നമ്മുടെ മോഹൻലാലിന്റെ സിനിമയുടെ ഒരു ഇത്, പിന്നെ നമ്മുടെ തലയുടെ വിളയാട്ടം, ഏജന്റ് എക്സ്, ഇങ്ങനെ കുറെ സിനിമ എനിക്ക് പെട്ടെന്ന് ഇപ്പൊ ഓർമ്മ വരുന്നില്ല. അങ്ങനെ കുറെ സിനിമകളുടെ BGM കാര്യങ്ങളൊക്കെ വന്നിട്ട് അതിന്റെ ഒക്കെ ഒരു സ്പൂഫ് രംഗങ്ങളെല്ലാം ഈ സിനിമയ്ക്കകത്ത് വരുന്നുണ്ട്. അപ്പൊ അതെല്ലാം നമ്മളിപ്പോ ഒരു സിനിമ കാണുമ്പോഴത്തേക്ക് പെട്ടെന്ന് ആഡഡ് ആയിട്ട് കുറെ സീനുകൾ വരുന്നുണ്ട്. പിന്നെ ധ്യാൻ ശ്രീനിവാസൻ പുള്ളി നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ബിജുക്കുട്ടന്റെ പെർഫോമൻസ് ഇതിനകത്ത് എടുത്ത് പറയേണ്ടതാണ്. പറയാനാണെങ്കിൽ കുറെ താരങ്ങളുണ്ട്. എനിക്ക് പെട്ടെന്ന് റഹ്മാൻ അദ്ദേഹം വളരെ നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ റോള്, കാരണം അദ്ദേഹത്തിന്റെ ഒരു അഭിനയത്തിന്റെ ഒരു കപ്പാസിറ്റിയെ കുറിച്ച് നമുക്കിനി പ്രത്യേകിച്ചൊന്നും ഈ കാലത്ത് നമുക്ക് ജഡ്ജ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അദ്ദേഹം നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ആക്ഷൻ സ്റ്റാർ ഉണ്ടല്ലോ, നമ്മുടെ വിന്റേജ് 80s 90s കിഡ്സിന്റെ രോമാഞ്ചമായി നിൽക്കുന്ന ബാബു അന്വേഷിച്ചിട്ട് പുള്ളിക്കാരൻ ഇതിനകത്ത് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റോൾ ചെയ്തിട്ടുണ്ട്. അങ്ങനെ കുറെ പേര് ഇങ്ങനെ സ്ക്രീനിലേക്ക് വന്നുകൊണ്ട് അദ്ദേഹത്തിന്റെ ഒരു ക്യാമിയോ ഉണ്ട് ഇതിനകത്ത്. പിന്നെ ഇങ്ങനെ കുറെ ഫൺ മൊമെന്റ്സ് ഇങ്ങനെയുണ്ട്. അപ്പൊ നമ്മൾ ഒരു ബ്രോഡർ പെർസ്പെക്റ്റീവിൽ ഇപ്പൊ നമ്മൾ എല്ലാത്തരം സിനിമകളും കാണാം. അപ്പൊ നേരത്തെ പറഞ്ഞല്ലോ, നമുക്ക് ഇതും വേണം അതും വേണം, എല്ലാത്തരം സിനിമകളും വേണം. നമുക്കിപ്പോ ഏറെ പോലത്തെ സിനിമയും വേണം, കിഷ്കിന്ദ കാണ്ഡവും വേണം, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു സിനിമയും വേണം. അപ്പം ഇങ്ങനത്തെ ഒരു രീതിയിലൊന്ന് വൈബ് പിടിച്ച് കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഇതിന്റെ മ്യൂസിക് BGM എല്ലാം നല്ല പൊളിയായിട്ടുണ്ട്. പിന്നെ എല്ലാവർക്കും ചിലപ്പോൾ കണക്ട് ആവണമെന്നില്ല. നമ്മള് ഇപ്പം ചിലർക്കാണെങ്കിൽ ചില സിനിമകൾ ചളിയോ അല്ലെങ്കിൽ സ്പൂഫോ ആണെങ്കിൽ നമുക്ക് കണക്ട് ആവാത്തവരുണ്ടെങ്കിൽ അവർക്ക് വർക്ക് ആവണമെന്നില്ല. പക്ഷെ എനിക്ക് എന്തായാലും സിനിമ വർക്ക് ആയിട്ടുണ്ട്. സെക്കൻഡ് ഹാഫ് ആണ് ഇതിന്റെ ഹൈലൈറ്റ്. സെക്കൻഡ് ഹാഫിൽ കൂടുതൽ ഇങ്ങനെ സ്പൂഫ് മോഡൽ ചടപട എന്നിങ്ങനെ വന്നു പോവാണ്. എനിക്ക് എപ്പോ സീന് ആരൊക്കെ പെട്ടെന്ന് എങ്ങനെ വന്നു പോയിട്ടിരിക്കുന്നതായിരുന്നു. അപ്പൊ അങ്ങനത്തെ രീതിയിൽ എനിക്ക് ഇത് സിനിമ വർക്ക് ആയിട്ടുണ്ട്.